I praise and thank God for giving me this privilege to be in your midst tonight. ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യയായിരിക്കുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം തന്ന അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I am also thankful to the servant of God who traveled a long distance to reach here to help us in the ministry. ഇന്ന് രാത്രി ശുശ്രൂഷയിൽ എന്നെ സഹായിക്കുവാൻ വളരെ ദൂരെ നിന്ന് യാത്ര ചെയ്തു വന്ന ആ ദൈവദാസനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. We will continue the subject we started studying in the morning session. രാവിലെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന വിഷയം ഈ രാത്രിയിൽ നമ്മൾ തുടരുകയാണ്. In the morning we started studying about the kingdom of God. രാവിലെ നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ചാണ് പഠിച്ചത്. I said about the three different experience of the kingdom of God. ദൈവരാജ്യത്തിന്റെ മൂന്ന് വ്യത്യസ്ത അനുഭവങ്ങളെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിച്ചു. First, seeing the kingdom. Number 2, entering into the kingdom. Number 3, inheriting the kingdom of God. ഒന്ന് ദൈവരാജ്യം കാണുക, രണ്ടാമത് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക, മൂന്നാമത് ദൈവരാജ്യം അവകാശമാക്കുക. I explained to you that seeing the kingdom of God and entering into the kingdom of God is very easy. ദൈവരാജ്യം കാണുക എന്നതും അതുപോലെ തന്നെ അതിൽ പ്രവേശിക്കുക എന്നതും വളരെ എളുപ്പമാണെന്ന് ഞാൻ വിചാരിക്കുന്നു. But inheriting the kingdom of God is a very difficult task. എന്നാൽ ദൈവരാജ്യം അവകാശമാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. Many people do not know the main purpose of the coming of the Lord Jesus Christ to this world. ഈ ലോകത്തിൽ കർത്താവായ യേശുക്രിസ്തുവിലേക്ക് വരുന്നതിനെ കുറിച്ചുള്ള അതിന്റെ ഉദ്ദേശം എന്താണെന്ന് പല ആളുകൾക്കും അറിയത്തില്ല. Why Jesus Christ left the heavenly glory and came down to this earth? എന്തുകൊണ്ടാണ് സ്വർഗീയ മഹത്വം പിടിഞ്ഞ് കർത്താവായ യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്? Many people think that Jesus Christ has come to save sinners. പലരും വിചാരിക്കുന്നത് പാപികളെ രക്ഷിക്കുവാൻ വേണ്ടിയാണ് യേശു വന്നതെന്നാണ്. It is partly true. ഭാഗികമായി അത് സത്യമായൊരു വസ്തുതയാണ്. Many think that Jesus Christ has come to heal our sicknesses and make and give us a comfortable life on this earth. മറ്റു ചിലർ ചിന്തിക്കുന്നത് നമ്മുടെ രോഗങ്ങളെ സൗഖ്യമാക്കുവാനും നമുക്ക് ഏറ്റവും സുഖകരമായ ഒരു ജീവിതം തരുവാനും വേണ്ടിയാണ് യേശു വന്നതെന്നാണ്. It's also partly true. ഭാഗികമായി അതും ശരിയാണ്. But the main purpose of the coming of the Son of God is not that. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം അതല്ല. He wanted to prepare people to live with him in New Jerusalem, in new heaven and earth. പുതിയ യെരൂശലേമിലും പുതിയ ആകാശവും ഭൂമിയുമുള്ള ആ സ്വർഗത്തിൽ അവനോട് ഒരുമിച്ച് നമ്മെ വസിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കമുള്ളവരാക്കി തീർക്കുവാൻ വേണ്ടിയാണ് യേശു വന്നത്. According to the eternal plan of God, God has planned that people of this earth become like him and live with him in New Jerusalem forever and ever. അനാദി നിത്യതയിൽ ഇസ്രായേൽ ജനം പുതിയ യെരൂശലേമിൽ ദൈവത്തോടൊരുമിച്ച് വസിക്കുവാൻ തക്ക യോഗ്യതയുള്ള ഒരു ജനതയായി തീരണം എന്ന് കർത്താവ് അവരെ കുറിച്ച് ആഗ്രഹിച്ചിരുന്നു. See, it is the plan of God. It is the plan of God that people of this world become like him and live with him in New Jerusalem. ഈ ലോകത്തിലുള്ള ആളുകൾ അവനെ പോലെ ആവുകയും അവനോട് കൂടെ വസിക്കുകയും പുതിയ യെരൂശലേമിൽ അവനോട് കൂടെ താമസിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ദൈവത്തിന്റെ പ്രധാനപ്പെട്ട പദ്ധതി. For that purpose Jesus Christ came to this world. ആ ഉദ്ദേശത്തിന് വേണ്ടിയാണ് യേശു ഈ ലോകത്തിലേക്ക് വന്നത്. In heaven there are so many angels to worship him. സ്വർഗത്തിൽ അനേക ദൂതഗണങ്ങൾ അവനെ ആരാധിക്കുന്നു. We also worship God. നാമും ദൈവത്തെ ആരാധിക്കുന്നു. But Jesus Christ has not come to gather together a group of people to worship him in heaven. ആരാധിക്കുന്ന കുറെ ആൾക്കാരെ കൂട്ടുവാൻ വേണ്ടിയല്ല പ്രധാനമായി യേശു ഇവിടെ വന്നത്. But he came to have a group of people who will become like him and live with him forever and ever. എന്നേക്കും അവനോടുകൂടെ ജീവിക്കുവാനും അവനെ പോലെ ആയിത്തീരുവാനുമുള്ള ഒരു കൂട്ടത്തെ വാർത്തെടുക്കുവാനാണ് യേശു ലോകത്തിലേക്ക് വന്നത്. The book of Revelation chapter 21 we read a great declaration in heaven.
വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചു, a great declaration in അത് heaven. സ്വർഗത്തിൽ വലിയൊരു പ്രഖ്യാപനം നടക്കുകയാണ്. Behold the tabernacle of God with man. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. The Almighty God, the glorious God, the holy God lives with the people. തേജോമയനായ ദൈവം, വിശുദ്ധനായ ദൈവം ഇതാ മനുഷ്യരോടുകൂടെ പാർക്കുന്നു. Now his presence is in the midst of us, but physically he is not in the midst of us. കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിൽ ഉണ്ടെങ്കിലും അക്ഷരീകമായി അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയിൽ ഇല്ലല്ലോ. But a day is coming in New Jerusalem of new heaven, the Lord will be dwelling with his own people. എന്നാൽ പുതിയ യെരൂശലേമിൽ നമ്മൾ വാഴുമ്പോൾ ദൈവം തന്റെ മനുഷ്യരോടുകൂടെ തന്റെ ജനത്തോടുകൂടെയാണ് താമസിക്കുന്നത്. So many people are just interested about the casual things like healing, comfort and other things of the kingdom of God. എന്നാൽ ഇത്യാദി കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ സാധാരണ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന സൗഖ്യം, വിടുതൽ മുതലായ കാര്യങ്ങളെ കുറിച്ചാണ് പല ആളുകൾക്കും താല്പര്യം. But I pray that God may open your eyes so that you may know the important purpose of the coming of Jesus Christ. എന്നാൽ കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന്റെ ആത്യന്തികമായ ഉദ്ദേശം എന്താണെന്ന് തിരിച്ചറിയുവാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കണമേ എന്ന് ഞാൻ കർത്തൃസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. You get many opportunities to listen the word of God. നിങ്ങൾക്ക് ദൈവത്തിന്റെ വചനം കേൾക്കുവാൻ ധാരാളം അവസരങ്ങളുണ്ട്. So may great preachers come here and they preach the word of God, and according to that word of God you have come to the kingdom of God. അതെ, അനേക ത്രിദാസന്മാർ പ്രഗത്ഭരായവർ കടന്നു വന്ന് ദൈവത്തിന്റെ രാജ്യം പ്രസംഗിച്ചിട്ടുണ്ട്. നിങ്ങൾ അത് കേട്ടിട്ടുണ്ട്. So you got the privilege to see the kingdom of God. അങ്ങനെ നിങ്ങൾക്ക് ദൈവരാജ്യം കാണുവാനുള്ള അവസരം ലഭിച്ചു. Many of you got the privilege to enter into the kingdom of God. പലർക്കും ആ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട്. But I do not know how many of you got the privilege to inherit the kingdom of God. എന്നാൽ ഇന്ന് രാത്രി എത്ര പേർക്ക് ദൈവരാജ്യം അവകാശമാക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് എന്ന് എനിക്കറിയത്തില്ല. In Romans 14:17 we read, the kingdom of God is not meat and drink, but peace and joy in the Holy Ghost. റോമാലേഖനം 14:7 നമ്മൾ വായിക്കുന്നു, ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിന്റെ സന്തോഷവുമാകുന്നു എന്ന്. So the kingdom of God is not material blessing. അതുകൊണ്ട് ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ ഒരു ഭൗതിക അനുഗ്രഹമല്ല ദൈവരാജ്യം. These days many people are after material blessing. ഈ ദിവസം നമ്മൾ കണ്ടുവരുന്നത് ഭൗതികമായ ഉയർച്ചയ്ക്ക് വേണ്ടി ആളുകൾ നെട്ടോട്ടമോടുന്നതാണ്. Many people ask this question after accepting Jesus, what did you get? അത് പലരും ചോദിക്കുന്ന ചോദ്യം, യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടുമെന്നാണ്. Some people are, what have you got after accepting Jesus Christ? അത് യേശുവിനെ സ്വീകരിക്കുന്നതോടെ ഞങ്ങൾക്ക് എന്താണ് ലഭിക്കുക? What have you got so far? നിങ്ങൾക്ക് എത്ര നാൾ എന്ത് കിട്ടിയിട്ടുണ്ട് എന്നാണ് അവർ ചിന്തിക്കുന്നത്. You accepted Jesus Christ. ഞങ്ങൾ യേശുവിനെ സ്വീകരിച്ചു. What did you get? നിങ്ങൾക്ക് എന്ത് കിട്ടി? Your financial situation is just like that. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. Your house is just like that. വീടിനും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. What kind of blessing you got? എന്ത് തരം അനുഗ്രഹമാണ് നിങ്ങൾക്ക് കിട്ടിയതെന്നാണ് പലരും ചോദിക്കുന്നത്. But my dear friend, the purpose of coming of Jesus Christ is not to give you temporary blessing on this earth. എൻ്റെ പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് താൽക്കാലികമായ ചില കൊച്ചു കൊച്ചു അനുഗ്രഹങ്ങൾ തരുവാൻ വേണ്ടിയല്ല.